ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അങ്ങനെ നീണ്ട എക്സാമിന് ശേഷം നമ്മളൊന്ന് എക്സാം കഴിഞ്ഞു ഗൈസ്. അങ്ങനെ സെക്കൻഡ് സെമ്മിൻ്റെ എന്താ പറയുക, സെക്കൻഡ് സെം ഇവിടെ കംപ്ലീറ്റ് ആയി. സോ സക്സസ്ഫുള്ളി ആണോന്ന് പറയാൻ പറ്റില്ല. സക്സസ്ഫുള്ളി ആണോ ഞങ്ങൾക്ക് അടിപൊളി കാര്യം. അപ്പം ഞങ്ങൾ എന്തായാലും എക്സാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഇവിടെ ഒരു പുതിയ യുവ മിഥുനങ്ങളുണ്ട്. മ്യൂസിക് ആരോട് ഇന്നലെ ഉറങ്ങാണ്ട് പഠിച്ച് ഭയങ്കര ക്ഷീണമായി പോയി. ഞങ്ങൾ എന്തായാലും ടിക്കറ്റിന് ബുക്ക് ചെയ്തല്ലോ വിചാരിച്ച് ഞങ്ങൾ ഇന്ന് തന്നെ തിരിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ ടിക്കറ്റ് 8 മണിക്കാണ് കഴിച്ചത് നമ്മുടെ ട്രെയിനിൽ. അപ്പം അതുവരെ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് മഴയത്ത്. ഓരോരോ കാറുകാർ വന്നിട്ട് നമ്മൾ വെള്ളാക്കാണ്. ഒന്നും പറയാനില്ല, നല്ല വിശക്കണുണ്ട്. അതുകൊണ്ട് ക്ഷമിച്ചു, നമ്മൾ ക്ഷമിക്കുന്നു. നമുക്ക് ഞാൻ ക്ഷമിക്കൂല. എന്തെങ്കിലുമൊക്കെ പറയണം. ഇതുവരെ ഇങ്ങനൊരു മഴ ഞങ്ങൾ കണ്ടിട്ടില്ല ഗൈസ്. ഇവിടെ വന്നിട്ടോ അതൊന്നും പറയാൻ പറ്റില്ല. നമ്മള് ഫുഡ് കഴിക്കുമ്പോൾ വരാം ഗൈസ്. ഞങ്ങളൊരു ഫേവറേറ്റ് സ്പോട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അല്ലേ. ഇവിടെ വന്നാൽ ഞങ്ങൾ അധികം അങ്ങോട്ട് പോവലുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റാറില്ല. ഇത് കണ്ടാൽ ഉമ്മ ചീത്ത അറിയില്ല കേട്ടോ. ഞാൻ അച്ചു പറഞ്ഞാണ് നനയതെന്ന് വെച്ചാൽ നനയാന്. ഞാൻ പറഞ്ഞാണ് കോട്ട് എടുക്കാ പറഞ്ഞപ്പോ അച്ചു പറഞ്ഞാണ് നനഞ്ഞു പോണം. പറഞ്ഞത് ലാമി അസ്ലകാക്കി നനഞ്ഞു പോയപ്പോ ഞങ്ങള് നനഞ്ഞു പോയതാണ് കേട്ടമ്മ. ഞങ്ങൾ ഫുഡിന്റെ സ്ഥലത്തെത്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ സ്നാക്കീസിലെത്തിയിട്ടുണ്ട്. മംഗലാപുരം പഠിക്കുന്ന കുട്ടികളുടെ ശ്രദ്ധ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാണ്. ഇവിടെ സ്നാക്കീസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അല്ലേ. അത് പറഞ്ഞൊരാൾ അറിവ് എനിക്കില്ലേ. ഞാനിങ്ങനെ നടന്ന് വരുന്നതാ അല്ലേ. അസ്ലങ്ക എങ്ങനെയുണ്ട് മംഗലാപുരം? അടിപൊളിയുണ്ട്, സൂപ്പറാണ്. ഇതിനെ കുറിച്ച് പറഞ്ഞു അത് ഒരു ഇതാണ് ഗൈസ് ലാമി മോള്. ഓ ഞങ്ങളെ ഫുഡ് ഓർഡർ ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഫുഡുകൾ വന്നു. എങ്ങനെയുണ്ട് ലാമി? ഇതാണ് നമ്മളെ അയാൾക്ക് പറയുന്ന പേരെന്തേനി? ഇതല്ല ആണല്ലേ, എത്ര വലുപ്പല്ലേ ചാലിസേ. വലിയ സാധനം കിട്ടി. ബാക്കൊന്ന് കുത്തി പുറത്തേക്ക് തള്ളിയിടണം. അങ്ങനെ നമ്മള് അസ്ലങ്കാക്കയുടെ കഠിനമായ പ്രയത്നത്തിന് ശേഷം വന്നു. ഇവരും ഇല്ല, വെള്ളിയാഴ്ചയും ഇല്ല, ഒന്നുമില്ല. എല്ലാമീന സിബ ഷാലൂസ് ഇന്നലെ രാത്രി ഉറക്കത്തിൽ വരെ കണ്ടിക്കണ് ഈ ബർഗർ തിന്നണത്. എങ്ങനെയുണ്ട് ഷാൽസ? ടേസ്റ്റ് ചെയ്യും. ഇത് തിന്നാ അവിടെ കൊലപാതകം നടക്കും. തിന്നണം. ഇങ്ങനെ ഗൈസ് നമ്മളിത് കഴിച്ചിട്ട് കാണാം. ഗൈസ് നമ്മളിനി പോവാണ് ഇവിടുന്ന്. എങ്ങട്ടാ? ലാമി 15 മിനിറ്റ് നടക്കാൻ പറയണ്ട, എങ്ങോട്ടാ അറിയില്ല. ലാമി കൊണ്ടുപോവാണ്. ലാമിയെ നടന്ന് 15 മിനിറ്റ് നടന്ന എത്തുവോ? ഓട്ടോയിലാവുന്നു തോന്നുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളിവിടെ തേരാപ്പാര നടക്കാണ്. കണ്ടോണ്ട് ഷാലിസേ ഫുഡെല്ലാം കഴിച്ച് വയറ് ഫുള്ളായി.
അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ എവിടെയൊക്കെ പോകണമെന്ന് ഐഡിയ ഇല്ല. വെറുതെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒക്കെ എത്തും. ഒന്നും ഉണ്ടതല്ല. കാരണം ഞങ്ങൾക്ക് കുറേ സമയമുണ്ട്. 8 മണി വരെ സമയം. ചാലൂസിനെ പോലുള്ള ഏഞ്ചൽ. അപ്പൊ നമ്മളുള്ളത് സ്റ്റുഡിയോയിലാണ്. ചാലൂസ് ഇവിടെ ദാർപ്പായനെ കൊണ്ട് അടിച്ചൊരു പാൻറ് കണ്ടു. ഒരു സാധനം കാണിച്ചതാ. പുതിയ സ്റ്റൈലാണ് ഗൈസ്. ദാർപ്പായനെ കൊണ്ട് അടിച്ചത്. കീറലൊക്കെ ഉണ്ട്. ഓ ഇപ്പത്തെ പിള്ളേരുടെ ഫാഷൻ. കമ്മല് വരെ ഉണ്ടോ? കമ്മല് വരെ ഉണ്ട് ഗൈസ്. ചെരുപ്പ് 250 റുപ്യക്കുള്ളൂ ചെരുപ്പ്. അതാ കിട്ടിയില്ലെങ്കിലോ. ഫ്രീ കിട്ടിയതാണ്. എന്താണ് രൂപ ക്യാഷ് നോക്കിയില്ല ഗൈസ്. അസ്ലങ്കാക്ക ഇവിടെ പോസ്റ്റ് ആയി നിൽക്കണം. അസ്ലങ്കാക്കന്റെ പൈസ തീർക്കാൻ വേണ്ടി ലാമി ഇറങ്ങി തിരിച്ചതാണ് ഗൈസ്. എന്തിനാ ലാമി എനിക്ക്? ആ നിങ്ങൾ നോക്കിയാ ഓ ലാമി കൊണ്ടുപോയി. അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ വെറുതെ തേരാപ്പാര നടക്കുക ഗൈസ്. പ്രേമമാണ് ഗൈസ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? 1 മാസമാണ്. ഓ നാളത്തേക്ക് 1 മാസമാണ് മനസ്സിലാക്കി പറഞ്ഞത്. ആ വല്ലാത്തൊരവസ്ഥ. ഒരു ഗൾഫുകാരൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു കൊടുക്കുക ജാലിസേ. ഇതിപ്പോ അസ്ലങ്കാക്കിയാണ് ഗൾഫിൽ നിന്നുണ്ടെങ്കിലും ബിസി ആയത് ലാമിയാണ്. മംഗലാപുരത്തുള്ള ലാമിക്ക് നാട്ടിലേക്ക് വരെ കഴിയില്ല. ലാമിയെ ഇട്ടോ ഞാനിവിടെ കേറിയിട്ട് ഞാന് അഭിനയിച്ച് ഞാൻ ഡ്രസ് എടുക്കാൻ പോവാണെന്നുള്ള ലെവലിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വരുന്ന കുറച്ച് ടീംസ് ഉണ്ടായത് ഒന്നാണ് ഞാൻ. ഗൈസ് മാളിലേക്ക് പോയ ഞങ്ങൾ ലാമിക്ക് മുതലായി ഗൈസ്. മാളിലേക്ക് പോയ ഞങ്ങൾ സൈഡിലെ സ്റ്റുഡിയോയിൽ കയറി. ഇനി ഞങ്ങൾ അടുത്ത ലക്ഷ്യം ഇവിടുത്തെ ഒരു മാളിലേക്കാണ്. അതിന്റെ സൈഡിൽ ഏതെങ്കിലും മാളാണ് ഞങ്ങൾ. ഫൈനലി ഞങ്ങൾ ഇവിടുത്തെ ഒരു മാളിലെത്തി. ശാലുസേ സിറ്റി സെന്റർ അതാണ് ഗൈസ്. ഇതല്ല ഗൈസ്, കണക്റ്റഡ് ആണ് ശാലുസ് പറയണത്. നമുക്ക് കേറി നമുക്ക് പറ്റിയ സ്ഥലം ഇവിടെ ഉണ്ട്. നമുക്ക് പോയേക്കാം. ആണേ ആ വേണോ ഗായ്സ്? ഇന്റെ സ്ഥലം ഗായ്സ്, ഇന്റെ സ്ഥലം പോയേക്കാം. അങ്ങനെ ഐസ് കിട്ടുന്ന സ്ഥലത്ത് വന്ന് ഞാന് സത്യം പറയുകയാണെങ്കിലേ അത് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ഐസ് ഫാനല്ല, അതുകൊണ്ട് എനിക്ക് ഐസ് വേണ്ട. ശാലൂസിന് ഐസ് വേണ്ട, നമ്മളെല്ലാവരും ഐസ് വാങ്ങി. ഇന്നില്ലേ ഹോസ്റ്റലിലെ മെസ്സില് ആ പെണ്ണ് പീടിയ പൂട്ടിയപ്പോഴേക്ക് സത്യം പറഞ്ഞേക്ക് സങ്കടമായിനി. പോരുമ്പോൾ ഒരു ഐസ് തിന്നാതെ ഞാൻ പോരില്ലോ വിചാരിച്ചിട്ട്. അപ്പം ഐസ് തിന്നാം. സെറ്റപ്പ് ഗുഡ്, ഭയങ്കര രസമുള്ള സ്ഥലം. ആ അല്ലാതെന്താ എങ്ങനെയുണ്ട് അച്ഛനങ്കാക്ക? അടിപൊളിയാണ്. അച്ഛനങ്കാക്ക ഞങ്ങളുടെ ഇടയിൽ വന്ന് പെട്ടുപോയി ഗൈസ്. നമുക്ക്
തിന്നോക്കിട്ട് അഭിപ്രായം പറയാം. രാമ്യ എന്ന് തിന്നാ വിസ്മയുണ്ട്. ഓ അതെന്താണ് ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. തണുപ്പത്ത് മഴയത്ത് ഐസ് ഇങ്ങണ്ട് ഏതാ ആക്ഷൻ സൂപ്പർ. ഞാൻ തിന്നാറ്. എന്റെ പല്ലിന് എബിലിറ്റി ഇല്ല. അങ്ങനെ തിന്നണോ കഷ്ടപ്പെട്ടിട്ട് തിന്നാം. ഫൈനലി നമ്മളങ്ങനെ മാളിലെത്തിയിട്ടുണ്ട്. 4 ഫ്ലോറുണ്ട്. അമ്മക്ക് വലിയ ഗോകുലമാളും അയ്യന്മാളും അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടിരിക്കുക. ആക്സിഡന്റ് നമുക്ക് വലിയ മാളുകളുണ്ട്, നമുക്കിതൊരു മാളാവുന്നില്ലല്ലേ. ഇരിക്കണോ? രാവിലെ ചാലിസിന് അതിലിരിക്കണല്ലോ. നമുക്ക് മുകളിലേക്ക് പോയൊക്കെ ഗൈസ്. നമുക്ക് ഗോകുലമാളും നമ്മൾ അയ്യന്മാളും നമ്മൾ കോഴിക്കോട്ട് പുതിയ ലുലുമാൾ വരെ വന്നു. എന്നിട്ട് അതിന്റെ അത്ര ഒന്നും ഇല്ലല്ലേ. ചാലിസ് ബേബി കെയറിൽ സാധനം വാങ്ങാൻ പോണോ? ഒരു 2 കൊല്ലം കഴിയട്ടെ. 2 കൊല്ലം കഴിയട്ടെ. ഒരു 3 കൊല്ലം കഴിയട്ടെ. 3 കൊല്ലം കഴിയട്ടെന്നാണ് ചാലിസ് വരണേ. നമ്മളങ്ങനെ നടക്കണ ഗായ്സ്. ചാലിസിന് നമുക്ക് ആ വണ്ടി ഓട്ടുന്ന പണി തരുമോ? ആ വണ്ടി ഓട്ടുന്ന പണി തരുമോ? ആ വണ്ടിയാ പഠിപ്പ് നിർത്താൻ. ചാലിസ് പഠിപ്പ് നിർത്തിട്ട് ഈ വണ്ടി ഓടിക്കുന്ന പണിയെടുക്കാന്നാണ് പറയണത്. ചാലിസ് കാർ ഓടിക്കില്ലേ? ചാലിസ് കാർ ഓടിക്കാൻ പോണ്. കാർ ഓടിച്ച് കളിക്കാൻ പോണ് ഗൈസ്. എത്ര പൈസ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെ സ്പോഞ്ചാണ്. ഇതൊക്കെ ഞാൻ ഒട്ടുകൊക്കെ പൊട്ടി. ഇതാണ് ഗൈസ് യുവമിഥുനങ്ങൾ. ഗൈസ് നമ്മൾ കുഴങ്ങി ഗൈസ്. ഞങ്ങള് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാല്ലേ. എന്താണ് കോലം? ഞാൻ ചാലിസ് മാച്ചാണ്. ബ്ലാക്ക് വെള്ളയും ബ്ലാക്കാണ് ഗൈസ്. അതിനെക്കാട്ടും നമ്മളും മാച്ചാണ് ഗൈസ്. പക്ഷെ ലാമി വന്നിട്ടാണ്. പക്ഷെ ബാഗ് ലാമി കലിപ്പിലാണ്. ലാമി മോള് കലിപ്പിലാണ് ഗൈസ്. ഗൈസ് നമ്മള് വേറെ 2 ഷൊണ്ണാപ്പികൾ മംഗലാപുരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പോവാണ്. മീറ്റ് ചെയ്യാനെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അയാളടുത്ത് കാലം കൂടെ ആ കാലം കൂടെ ഇപ്പൊ കണ്ണു കുട്ടീനി. നല്ല കാറ്. ഇവിടെ കുറെ കാറുണ്ട് ഗൈസ്. അടിപൊളി കാറുകൾ. ചാലീസിന് നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇങ്ങനെ മുല്ലപ്പം ഇവിടുത്തെ പൂകളാണ് ഗൈസ്. ആ ചേട്ടൻ നോക്കി പേടിപ്പിക്കാനുണ്ടോ? ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ SM അങ്ങനെ ഞങ്ങളിപ്പോ ഇങ്ങനെ പോവാണ്. ഓരത്ത് തെറ്റി കാണട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പാർക്കിൽ ഇവിടെ ഞങ്ങൾ വന്നിരിക്കലുണ്ടേനി. പക്ഷെ ഇപ്പൊ ഇരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഫുള്ള് വെള്ളമായതുകൊണ്ട്. ചലിച്ചേ നമ്മളിങ്ങനെ വഴുക്കുണ്ട് ഗൈസ്. വഴുക്കാണ്. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അവിടെ കുറെ ഫുഡിന്റെ കടകളുണ്ട്. ഇതാണ് നമ്മുടെ ക്ലോക്ക് ടവർ. പറഞ്ഞില്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞ തെറ്റിപ്പോയാലോ ആൾക്കാരൊന്നും അടിക്കൂലോ. ഫൈനലി നമ്മളവരെ കണ്ടുമുട്ടി. ആരെ എനിക്കൊരു പേരുണ്ടാകും. കുഞ്ഞാട്ടിനെ വിളിക്കുന്നതാണ് പറഞ്ഞത്. ആ വ്യക്തികളെ നമ്മളിതാ അടിച്ചു മാറ്റാൻ ദേവ്. പക്ഷെ നമ്മളെ കണ്ടതുകൊണ്ട് വേഗം തിന്നുണ്ട്.
എവിടെ എവിടെ അതൊക്കെ ആ ദേവ് വേഗം അത് വേഗോട്ട് തിരിച്ചു. തരൂലെന്നൊക്കെ പറയാൻ മാത്രമായോ? ഞാൻ പോയില്ലെങ്കിൽ അർഫ മര്യാദക്ക് തന്നോളിട്ടാ. അർഫയ്ക്ക് തന്നു. അടിപൊളി എത്രയാ? 130 ഉള്ളൂ. അതെ ഇങ്ങനെ ആക്കണം. സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? എത്ര? അല്ല എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ യാത്ര? നിങ്ങളെ കൂടെയാ? നല്ല അഭിപ്രായം. നല്ല ലഗേജ് ആയിട്ടുള്ള വരുത്ത് എങ്ങനെയുണ്ട്? കണ്ടക്ടർ നല്ലോണം സഹകരിച്ചത്. ആ ഞങ്ങൾക്കും അത് തന്നെ. ഹെൽപ്പ് ചെയ്തു. അർഫൊക്കെ നീ പറയണ്ട പ്രത്യേകിച്ച്. നിങ്ങളെല്ലാരും അസ്ലം കാക്കിനെ കണ്ടോ? അസ്സലാമു അലൈക്കും. ആ പോലത്തെ ഒരാളല്ല, ആണ് ആണ്. ആ അനക്കെന്തിട്ട് തരുക? ഇത് ഇങ്ങനത്തെ ഒരു കസാര ദേവുന് വേണമെന്നാ പറയണേ. ഇങ്ങനത്തെ ഒരു ഡോള് വേണമല്ലോ. ശരിയാണല്ലേ. എവിടെയാണ് കളി ചേർന്ന പോലെ ഉദ്ദേശിച്ചത്. അണ്ണ ഇതിന് ഇഷ്ടം 550 പറഞ്ഞ് ചോദിക്കണം. ഗായ്സ് അങ്ങനെ നമ്മള് ഇരുട്ടാക്കി. ഗൈസ് അങ്ങനെ നൈറ്റായി. കാറ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ ചാലിസ്. അങ്ങനെ നമ്മൾ പോവാണ്. ഈ നാളല്ല, ഈ ഒരു നാലെണ്ണം ഇവിടെ വിരിച്ചിട്ട് ഇവിടെ കിടന്നാലോ? അതെന്താ അഭിപ്രായം? ഇറങ്ങിയിട്ട് പോയാലോ? ഒരു മാസം ഞങ്ങളിനി നാട്ടിലാണ്, പക്ഷെ ഞങ്ങൾക്ക് റെസ്റ്റ് ഇല്ല ഗൈസ്. ഇന്റേൺഷിപ്പ് ബിക്കോസ് ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് എന്നാലും നാട്ടിലാണല്ലോ, ഫുഡൊക്കെ കഴിക്കാലോ അല്ലേ? അതാണ് ഒരു സമാധാനം ഉള്ളത്. ആകെ ഒരു സമാധാനം അതാണ് ഗൈസ്. ആ അങ്ങനെ ദേവും അറഫ് ഞങ്ങൾ കൂടെ വന്നു. ഓരോ മഴ പെയ്യുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഗൈസ്. നമ്മൾ നേരെ 8 മണിക്ക് നമ്മളുടെ ട്രെയിനാണ്. ഞങ്ങളെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടാണ് കേട്ടോ വന്നത്. മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യും. എന്ത് വാങ്ങണം പോയി ഗായ്സ്. നമ്മളിതാ ഇവിടെ എത്തി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ തിന്നാ? അതാണ് ഞാൻ അടുത്താലോചിക്കണേ. ഒരു ദ്വീപ് നമ്മളിവിടെ എത്തി. യെസ്. എന്താണ് നമ്മളിവിടെ എത്തി. സോ നമ്മളെ ലഗേജ് അവിടെയാണ് നമ്മൾ ഏൽപ്പിക്കാറ്. ഇപ്പൊ തന്നെ ലഗേജ് എടുക്കണോ? വേണ്ട, ഇപ്പൊ തന്നെ എടുക്കണ്ട ലഗേജ്. നമ്മൾ ലഗേജ് എല്ലാം എടുത്തു. ഇതാ പോകുന്നു. നമ്മളിവിടെ സാധനങ്ങൾ വാങ്ങാൻ നിൽക്കാണ്. അർഫ നാട്ടിൽ പോണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞു. ഇനി അടുത്തേ നമുക്ക് പിടിക്കാം. ഗായ്സ് ഞങ്ങള് ലഗേജ് എല്ലാം എടുത്ത് നമ്മള് പ്ലാറ്റ്ഫോമിലേക്ക് പോവല്ലേ.
ഇനി ഒരു മാസം ഞങ്ങൾ ഇവിടെ കാണുള്ളൂ. ഇൻഷാല്ലാ. വിളിക്കാൻ മതിയായിരുന്നു, പക്ഷെ നാട്ടിൽ പോയിട്ട് വെറുതെ ഇരിക്കൂല. നല്ല പണിയാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നില്ലേ. ചത്ത് ഗൈസ്, ട്രെയിനൊക്കെ കയറി. ട്രെയിൻ എടുത്തിട്ടില്ല, അതിന്റെ മുന്നേ തന്നെ ഞങ്ങൾ കയറി. ഈ ദേവുവിന്റെ സീറ്റ് ഇവിടെ ഇല്ല ഗൈസ്. ദേവു ഇങ്ങോട്ട് കാണുന്നതാണ്. നമ്മള് ഉറക്ക് വന്ന് മത്തായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ട്രെയിൻ എടുക്കാൻ വേണ്ടി കാത്തിക്കാണ്. ബാക്കി ഓ മതി മതി, നമ്മൾ പോവാണ് ഗൈസ്. റീച്ച്ഡ്. നമ്മള് കോഴിക്കോട് എത്തി ഗൈസ്. ഇനി എന്തായാലും പരിപാടി കോഴിക്കോട് എത്തി. എല്ലാവർക്കും ബായ് ബായ് പരിശോധിച്ച ടുമാറോ.